മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാസേന. അബ്ജ്മത് മേഖലയിലെ ഏറ്റുമുട്ടലിൽ 2 കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. അതേസമയം ഭീകര ആയുധം വെച്ച് കീഴടങ്ങിയതോടെ ഒഡീഷയിൽ കൊരാപുട്ട് ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചു. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. ഛത്തീസ്ഗഡിൽ അബുജ്മത് വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം 3 ആയി. വനമേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തി പരിശോധന തുടരുകയാണ്. AK-47 തോക്കും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ ആയുധശേഖരം പിടിച്ചെടുത്തു. CRPFന്റെ കോബ്ര യൂണിറ്റും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. അതേസമയം ഒഡീഷയിൽ സർക്കാർ തലയ്ക്ക് 5 ലക്ഷം രൂപ വിലയിട്ട മാവോയിസ്റ്റ് കമാൻഡർ മമത പൊടിയാമി ആയുധം വെച്ച് കീഴടങ്ങി. ഇതോടെ കൊരാപുട്ട് ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിക്കുന്നതായി മേഖലാ DIG ഡോക്ടർ കൻവർ വിശാൽ സിംഗ് അറിയിച്ചു. ജനം, ഡൽഹി.